നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. DHS സ്ഥലമാറ്റത്തിൽ സർക്കാരിന് ആശ്വാസം. ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി ഹൈക്കോടതി ശരിവെച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് സർക്കാർ നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷം. കർണാടകയിലെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണ് ശരവേഗത്തിൽ ഫയൽ നീക്കം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം സഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത് ചട്ടലംഘനമെന്നും രേഖകളിൽ നിന്ന് നീക്കണമെന്നും മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മദ്യനികുതി ഇളവുകൾക്കെതിരെ പരസ്യ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മദ്യനികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് ചന്ദ്രികയിലെ ലേഖനത്തിൽ സാദിഖ് അലി തങ്ങൾ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. അജിത് കുമാറിനെതിരെ DGP തല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. SIT നൽകിയ അന്വേഷണ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറും. കഴിഞ്ഞ LDF സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വീഴ്ചകൾ നിരത്തി CAG റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്നും കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്നും CAG റിപ്പോർട്ട്. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും എന്നാൽ ആഭ്യന്തര വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. SHO സംവിധാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് ശുപാർശ കൈമാറി. നിലവിലെ സംവിധാനത്തിൽ അപാകതകളുണ്ടെന്നും SHO സംവിധാനത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരണമെന്നും DGP. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ടാക്സി ഡ്രൈവർ പിടിയിൽ. ബബ്ലു എന്ന ടാക്സി ഡ്രൈവർ പെൺകുട്ടിയെ വിജനമായ സ്ഥലത്തെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി UP സർക്കാർ. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. കാണിക്ക എണ്ണുന്നതിലും മാറ്റം വരുത്തി. പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് രാഷ്ട്രപതി. പത്മവിഭൂഷൺ ഏറ്റുവാങ്ങി P. നാരായണനും KT തോമസും. പത്മഭൂഷൺ സ്വീകരിച്ച് മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.